Hi friends, welcome back to this class. Today, let me enter into the last and fourth module of the textbook Zeitgeist. Name of the module is Human Rights. And the first chapter in this module is a poem written by W H Auden. And name of the poem is Refugee Blues. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫോർത്ത് മൊഡ്യൂളായ ഹ്യൂമൻ റൈറ്റ്സ് എന്ന യൂണിറ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ W H Auden എഴുതിയിട്ടുള്ള റെഫ്യൂജി ബ്ലൂസ് എന്ന പോയത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു എ ക്രൂഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് W H Auden. W H Auden was born in the year 1907 in York. During the course of his graduation in English at Oxford, he was influenced by the poetry of T.S. Eliot, one of the icons of modernist poetry then. W.H. Auden ഓക്സ്ഫോർഡിൽ വെച്ച് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്താണ് T.S. Eliot, മോഡേണിസ്റ്റ് പോയട്രിയിലെ പ്രധാനപ്പെട്ട ഐക്കൺസിൽ ഒരാളായ T.S. എലിയട്ടിൻ്റെ പോയട്രി W.H. Audenനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദ ഇയർ 1930, Auden's first collection of poetry entitled Poems was published and thus started the movement known as the Auden Generation. 1930-ലാണ് W.H. Auden അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയട്രി കളക്ഷൻ ആയിട്ടുള്ള പോംസ് പബ്ലിഷ് ചെയ്തിരുന്നത്. അതോടുകൂടി ദ ഓഡൻ ജനറേഷൻ എന്ന മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ആൻഡ് ദ അതേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് വേർ സ്റ്റീഫൻ സ്പെൻഡർ, ലൂയിസ് മാക്കനീസ് ആൻഡ് C.D. Lewis. Then in the country of Austria, he died of a heart attack in 1973. 1973 ഓസ്ട്രിയയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടത്. Auden has written many memorable poems, and a principal theme in his poetry was a concern for the rights of marginalized people. അദ്ദേഹത്തിൻ്റെ പോയിംസിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമായിരുന്നു മാർജിനലൈസ്ഡ് പീപ്പിളിൻ്റെ റൈറ്റ്സിനെ കുറിച്ചുള്ള കൺസേൺ. അതായത് നമ്മൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ആളുകളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ കൺസേൺ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള തുറന്നു പറച്ചിലുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയിംസിലെ പ്രധാനപ്പെട്ട തീമുകളിൽ ഒരു തീം എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ I'm telling about W.H. Auden. W.H. Auden was born in the year 1907 and he was born in York. During the course of his graduation in English at Oxford University, he was influenced by the poetry of T.S. Eliot. And at that time, T.S. Eliot was one of the icons of modernist poetry. At that time and then too. In the year 1930, Auden's first collection of poetry entitled Poems was published and thus started the movement known as the Auden Generation. Auden Generation എന്ന മൂവ്മെൻറ്റിലുള്ള മറ്റു മെമ്പേഴ്സ് ആയിരുന്നു സ്റ്റീഫൻ സ്പെൻഡർ, ലൂയിസ് മാക്കനീസ്, C.D. Lewis എന്നിവരൊക്കെ. ഓക്കെ, ദെൻ 1958-ലാണ് അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് സെറ്റിൽ ചെയ്തത്. 1973 ഓസ്ട്രിയയിൽ വെച്ചൊരു ഹാർട്ട് അറ്റാക്ക് കാരണമാണ് മരണപ്പെട്ടത്. ഒത്തിരി മെമ്മറബിൾ പോംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എഴുതിയ പോംസിൻ്റെ ഒക്കെ പ്രിൻസിപ്പാൾ തീം എന്ന് പറയുന്നത് കൺസേൺ ഫോർ ദ റൈറ്റ്സ് ഓഫ് മാർജിനലൈസ്ഡ് പീപ്പിൾ, മാറ്റി നിർത്തപ്പെടുന്ന, മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാക്കുകളിലൂടെ പോരാടിയ എഴുത്തുകാരനായിരുന്നു W.H. Auden. ഓക്കെ, നൗ റെഫ്യൂജി ബ്ലൂസ് എന്ന പോയത്തിനെ കുറിച്ച് അതിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം.
Refugee Blues was written in March 1939 when anti-Semitism was at its height in Germany. ജർമ്മനിയിൽ ആൻറ്റിസെമിറ്റിസം, ജൂതന്മാരോടുള്ള വിരോധം ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു 1939 എന്ന് പറയുന്നത്. ആൻഡ് ദ വെരി പോയം റെഫ്യൂജി ബ്ലൂസ് വാസ് റിട്ടൺ ഇൻ മാർച്ച് 1939. It laments the sad plight of the Jews who were threatened to leave the country before the Holocaust. ഈ പോയത്തിൽ പ്രതിപാദിക്കുന്നത് മുഴുവനും ജൂതന്മാരുടെ നിസ്സഹായമായ അവസ്ഥയാണ്, സാഡ് പ്ലൈറ്റാണ്, അവരുടെ ലാമൻറ്റിംഗ് ആണ്. ഹോളോകോസ്റ്റിന് മുമ്പ് രാജ്യം വിട്ടു പോകണമെന്ന് ഹിറ്റ്ലറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ത്രെറ്റനിങ് ഉണ്ടായിരുന്നു. When the Jews sought asylum in other countries, there was indifference and antagonism against them. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ, മറ്റ് രാജ്യങ്ങളിൽ അസൈലം, അഭയാർത്ഥികളായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ നിന്നപ്പോൾ മറ്റു രാജ്യക്കാരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് ഒരുപാട് എതിരാളികളുണ്ടാവുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റ് രാജ്യങ്ങളിലേക്ക് ജൂതന്മാർ കുടിയേറാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവിടെ നിന്നൊക്കെ അവർക്ക് ഇഗ്നോറൻസ്, ഭയങ്കരമായ അവഗണന, ഭയങ്കര ശത്രുതയൊക്കെയാണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ജൂതന്മാർ ആ കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ടായിരുന്നില്ല, മൈനോറിറ്റീസ് ആയിരുന്നു അവർ. ദ മൈഗ്രൻസ് ആർ ദ ജ്യൂസ്, ദ മൈനോറിറ്റീസ് ആൻഡ് ദ പെർസിക്യൂട്ടഡ്. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു, പെർസിക്യൂട്ട് ചെയ്യപ്പെട്ടു. ദ ജ്യൂസ് were cruelly killed by Hitler. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഒരുപാട് ഹിസ്റ്ററീസൊക്കെ. ജ്യൂസ് were cruelly killed by Hitler and great secular democracies just ignored them. വളരെ ക്രൂരമായിട്ട് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോൾ മറുഭാഗത്ത് നിന്ന് വലിയ വലിയ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ചെയ്തത് അവരെ ഇഗ്നോർ ചെയ്യാണ് ചെയ്തത്. Written in 12 stanzas of 3 lines with the rhyme scheme AAB, the poem is of special importance in the present global context as migration has become a burning problem. And ഈ ഒരു പോയത്തിൽ 12 സ്റ്റാൻസാസ് ഉണ്ട്. ഓരോ സ്റ്റാൻസയും 3 ലൈൻസ് വെച്ചിട്ടാണ് ഉള്ളത്. ഈ സ്റ്റാൻസയുടെ റൈം സ്കീം എന്ന് പറയുന്നത് AAB എന്നാണ്. ആൻഡ് ഈ ഒരു പോയത്തിന് വല്ലാത്ത ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് നമുക്കറിയാം ഇന്നും ഈ അഭയാർത്ഥികളുടെ പ്രശ്നം ഒരു വലിയ തലവേദനയായിട്ട് നിൽക്കുവാണ്. ഈ ഒരു പോയത്തിൽ സംസാരിക്കുന്ന ആൾ ഒരു അഭയാർത്ഥി, ഒരു ജൂത അഭയാർത്ഥിയാണ്. അയാൾ തൻ്റെ ലവറോട് ആണ് സംസാരിക്കുന്നത്. ഓക്കെ, so the speaker of the poem is a Jewish refugee who is addressing his lover about the terrible plight of the refugees of the world. ലോകത്തിലുള്ള അഭയാർത്ഥികൾ അനുഭവിക്കുന്ന ടെറിബിൾ പ്ലൈറ്റ്, അവരനുഭവിക്കുന്ന വല്ലാത്ത വിഷമങ്ങൾ അദ്ദേഹത്തിൻ്റെ ലവറിനോട് അദ്ദേഹം ഷെയർ ചെയ്യുവാണ്. റെഫ്യൂജി ബ്ലൂസ് എന്ന ടൈറ്റിലുള്ള ദ ബ്ലൂസ് എന്ന ടേം അതെന്തിനാ സ്റ്റാൻഡ്സ് ചെയ്യുന്നത്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആൻ ഇവൻറ്റ് വിച്ച് ഇസ് ഡിപ്രസിങ്. ഡിപ്രസ്ഡ് ആവുന്ന ഇവൻറ്റ് എന്നുള്ള രീതിയിലാണ് ബ്ലൂസ്, റെഫ്യൂജി ബ്ലൂസ് എന്ന ടൈറ്റിലുള്ള ബ്ലൂസ് എന്ന ടേം സ്റ്റാൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ മീറ്റർ ഇസ് the one that the American blacks used in their protest poetry. ഈ പോയത്തിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് അമേരിക്കൻ ബ്ലാക്ക് പീപ്പിൾ അവരുടെ പ്രൊട്ടസ്റ്റ് പോയട്രിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ പറയുന്നൊരു കാര്യം, ദ റെപ്പിറ്റേഷൻ ഓഫ് ദ ഫ്രേസസ് ഓഫ് ദി ലാസ്റ്റ് ലൈൻസ് ഓഫ് ഈച്ച് ഓഫ് ദി സ്റ്റാൻസാസ് ആൻഡ് ദ യൂസ് ഓഫ് മൈ ഡിയർ ഇൻ ബിറ്റ്വീൻ മേക്സ് ദ പോം റിയലി വെരി ടച്ചിങ്, ഇമോഷണൽ ആൻഡ് പവർഫുൾ. ഈ പോയത്തിൽ ലാസ്റ്റ് ലൈനിലുള്ള ഫ്രേസസ് റെപ്പിറ്റ് ചെയ്ത് വരുന്നതുണ്ട്. ഈ റെപ്പിറ്റേഷൻ അതേപോലെ ഇടയ്ക്കൊക്കെ മൈ ഡിയർ എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഈ പോയത്തിനെ റിയലി ടച്ചിങ്, ഇമോഷണൽ ആൻഡ് പവർഫുൾ ആക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി സെമിറ്റിക് പോയം, ആൻറ്റി സെമിറ്റിസം
ജർമ്മനിയിൽ വല്ലാതെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ 1939 എഴുതിയ പോയമാണ്. ജൂഷിൻ്റെ സാഡ് പ്ലൈറ്റ് ലാമെൻ്റ് ചെയ്യുന്ന ഒരു പോയമാണിത്. ഹിറ്റ്ലർ അവരെ ജൂതന്മാരെയൊക്കെ കൊന്നൊടുക്കിയപ്പോൾ അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന സമയത്ത് അവർക്ക് അവിടെ അഭയാർത്ഥികളായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, ജൂതന്മാരുടെ ടെറിബിൾ പ്ലൈറ്റൊക്കെ ഒരു ജൂതനായ ഒരു ജൂവിഷ് റെഫ്യൂജി അദ്ദേഹത്തിൻ്റെ ലവറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് ഈ പോയത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പോയത്തിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് അമേരിക്കൻ ബ്ലാക്ക് പീപ്പിൾ അവരുടെ പ്രൊട്ടസ്റ്റ് പോയിട്രിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ റൈം സ്കീം AAB എന്നുള്ളതാണ്. 12 സ്റ്റാൻസാസ് ഉണ്ട്. ഓരോ സ്റ്റാൻസാസിലും 3 ലൈൻസ് വീതമാണുള്ളത്. ആൻഡ് മൈ ഡിയർ എന്നുള്ള വേർഡ്സ്, അതേപോലെ ചില ഫ്രേസസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതെല്ലാം ഈ പോയിന്റിനെ വല്ലാതെ ടച്ചിങ്, ഇമോഷണൽ ആൻഡ് പവർഫുള്ളൊക്കെ ആക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് എ ഷോർട്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് this poem, Refugee Blues. Then let me move into the text. First of all, let me read it once. Say, this city has 10 million souls. Some are living in mansions, some are living in halls. Yet there is no place for us, my dear. Yet there is no place for us. എന്താ ഈ സ്റ്റാൻസയിൽ പറയുന്നത്? The city has 10 million people. ഈ സിറ്റിയിൽ ഏതാണ്ട് 10 million people, 10 ദശലക്ഷം ജനങ്ങളുണ്ട്. Some live in mansions. ചില ആളുകൾ കൊട്ടാര സദൃശ്യമായ വീടുകളിൽ താമസിക്കുന്നു. Some in halls. ചില ആളുകൾ കുടിലുകൾ കെട്ടി താമസിക്കുന്നു. But my dear, we have no place at all. പക്ഷേ പ്രിയപ്പെട്ടവളെ, നമുക്ക് ജീവിക്കാൻ ഇവിടെ, നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ല. കാരണം എന്താ? വി ആർ റെഫ്യൂജീസ്, വി ആർ ഡിപ്രസ്ഡ് പീപ്പിൾ ആൻഡ് വി ഹാവ് നോ പ്ലേസ് ടു ലിവ് ഹിയർ. ആൻഡ് ദ സെക്കൻഡ് സ്റ്റാൻസ, വൺസ് വി ഹാഡ് എ കൺട്രി ആൻഡ് വി തോട്ട് ഇറ്റ് ഫെയർ, ലുക്ക് ഇൻ ദ അറ്റ്ലസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ദർ. വി കനോട്ട് ഗോ ദർ നൗ മൈ ഡിയർ, വി കനോട്ട് ഗോ ദർ നൗ. ഈ ഒരു സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്നത്, വൺസ് വി ഹാഡ് എ കൺട്രി ആൻഡ് വി തോട്ട് ഇറ്റ് വാസ് ഗുഡ്. വൺസ് വി ഹാഡ് എ കൺട്രി, ഒരിക്കൽ നമുക്കൊരു രാജ്യം ഉണ്ടായിരുന്നു, ഒരു കൺട്രി ഉണ്ടായിരുന്നു, അത് നല്ലതാണെന്ന് നമ്മൾ കരുതി. വി തോട്ട് ഇറ്റ് വാസ് ഗുഡ്, അത് നല്ല രാജ്യമാണെന്ന് നമ്മൾ കരുതി. ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദ മാപ്പ്, നമ്മുടെ മാപ്പിൽ, ഭൂപടത്തിൽ ഇപ്പോഴും ഇതുണ്ട്. ബട്ട് വി കാൺ ഗോ ദർ നൗ, പക്ഷേ ഇപ്പോഴും നമുക്കവിടെ പോകാൻ പറ്റില്ല. ഇപ്പോഴും മാപ്പിൽ അതവിടെ ഉണ്ട്, നമ്മളുടെ രാജ്യമെന്ന് പറഞ്ഞൊരു രാജ്യം അവിടെ ഉണ്ട്, പക്ഷേ അവിടേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല, നമുക്കവിടെ പോകാൻ പറ്റില്ല. ഇൻ ദ വില്ലേജ് churchyard there grows an old yew. Every spring it blossoms anew. Old passports can't do that, my dear, old passports can't do that. In the village churchyard, there is an old yew tree and it brings out flowers anew every year. നമ്മുടെ വില്ലേജിൽ ചേർച്ച് യാർഡിൽ, പള്ളിയുടെ മുറ്റത്ത് ഒരു പഴയ യോ ട്രീ ഉണ്ട്. എല്ലാ വർഷവും പൂക്കൾ വന്നിട്ട്, ഫ്ലവേഴ്സ് വന്ന് അതിനെ റിന്യൂ ചെയ്യുന്നുണ്ട്, അതിനെ പുതിയതാക്കുന്നുണ്ട്. പക്ഷേ വി കാൺട്ട് റിന്യൂ അവർ പാസ്പോർട്ട്, നമ്മുടെ പാസ്പോർട്ടുകൾ മാത്രം റിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ജൂവിഷ് റെഫ്യൂജി അദ്ദേഹത്തിൻ്റെ ലവറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ റെഫ്യൂജീസിൻ്റെയും വിഷമം അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പറയുവാണ്. ദെൻ ഇൻ ദ നെക്സ്റ്റ് സ്റ്റാൻസ, ദ കോൺസൽ ബാങ്ക്ഡ് ദ ടേബിൾ ആൻഡ് സെഡ്, if you have got no passport, you are officially dead. But we are still alive, my dear, but we are still alive. The consul began bang on the table. കോൺസുലർ വന്നിട്ട് ടേബിളിൽ അടിച്ചിട്ട് പറയുവാണ്, ഇഫ് യു ഹാവ് നോ പാസ്പോർട്ട് യു ആർ ഒഫീഷ്യലി ഡെഡ്. നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി ഡെഡ്, നിങ്ങൾ മരിച്ചു, ഒഫീഷ്യലി മരണപ്പെട്ടു എന്നാണ് അർത്ഥം. ബട്ട് ഇൻ ഫാക്റ്റ് വി ആർ നോട്ട് ഡെഡ്,
മൈ ഡിയർ, വി ആർ എലൈവ്. പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ മൈ ഡിയർ. നമ്മൾ മരണപ്പെട്ടിട്ടില്ലല്ലോ, നമ്മളിപ്പോഴും മരിച്ചതുപോലെ ജീവിക്കുവല്ലേ. ആൻഡ് went to a committee. They offered me a chair, asked me to politely to return next year. But where shall we go today, my dear? But where shall we go today? നെക്സ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ഐ വെൻറ്റ് ടു എ കമ്മിറ്റി. ദേ ആസ്ക്ഡ് മീ ടു സിറ്റ് ഡൗൺ. ഞാനൊരു കമ്മിറ്റിയുടെ അടുത്ത് പോയപ്പോൾ അവരെന്നോട് ഇരിക്കാൻ പറഞ്ഞു. ദെൻ ദേ ആസ്ക്ഡ് മീ ടു റിട്ടേൺ നെക്സ്റ്റ് ഇയർ. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, നിങ്ങൾ നെക്സ്റ്റ് ഇയർ, അടുത്ത കൊല്ലം തിരികെ ചെല്ലാൻ. ബട്ട് വേർ ഷാൾ വി ഗോ ടുഡേ? പക്ഷേ നമ്മൾ ഇന്ന് എങ്ങോട്ട് പോവും എന്നവർ ചിന്തിച്ചില്ലല്ലോ. നമ്മൾ ഇന്ന് എങ്ങോട്ട് പോവും? വി ഹാവ് നോ പ്ലേസ് ടു ഗോ. Next one came to a public meeting. The speaker got up and said, if we let them in, they will steal our daily bread. If he was talking of you and me, my dear, he was talking of you and me. In a public meeting, a speaker got up and said, ഒരു പബ്ലിക് മീറ്റിങ്ങിൽ ഒരു സ്പീക്കർ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ഇഫ് വി ലെറ്റ് ദം ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. ഇഫ് വി ലെറ്റ് ദം ഇൻ ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. അവരെ ഇങ്ങോട്ട് വരാൻ നമ്മൾ അനുവദിച്ചാൽ അവർ നമ്മുടെ ബ്രെഡ് മോഷ്ടിച്ചുകൊണ്ട് പോകും. ആൻഡ് യു നോ ഹീ വാസ് ടോക്കിംഗ് അബൌട്ട് അസ് മൈ ഡിയർ. അവർ നമ്മളെപ്പറ്റിയാണ് ഡിയർ, നമ്മളെപ്പറ്റിയാണ് പ്രിയപ്പെട്ടവളെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ലൈനിൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇഫ് വി ലെറ്റ് ദം ഇൻ ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. യുനോ, ഹിറ്റ്ലർ ജൂതന്മാരോട് നിങ്ങൾ ഈ കൺട്രി വിട്ടിട്ട് പോവണം, രാജ്യം വിട്ടോളണം എന്ന് ഓർഡർ ചെയ്തപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷെ അവിടെയുള്ള റൂളേഴ്സ്, അവിടെയുള്ള ഭരണകർത്താക്കന്മാർ അവരെ അങ്ങോട്ട് ചെല്ലാൻ അനുവദിച്ചില്ല. കാരണം എന്താ? അവരവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജോലികളെല്ലാം അവരെടുക്കും. അവിടുത്തെ നാട്ടുകാർക്കുള്ള ജോലിയും അവരുടെ ഫുഡും എല്ലാം നഷ്ടമാവുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെൻറ്റൻസ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദ പൊളിറ്റീഷ്യൻസ് ഓർ റൂളേഴ്സ് ഓഫ് അതർ ഡെമോക്രാറ്റിക് കൺട്രീസ് ടു വിച്ച് ദ റെഫ്യൂജീസ് റഷ്ഡ് were not willing to accept them. Because if they were allowed to come, they will take up all the jobs, and thus the local people will lose their jobs and thus their bread. അതാണ് if we let them in they will steal our daily bread എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. Thought I heard the thunder rumbling in the sky. It was Hitler over Europe saying, they must die. And we were in his mind, my dear. We were in his mind. എന്താ ഇവിടെ പറയുന്ന? I thought I heard a thunder rumbling in the sky. ആകാശത്തിൽ ഒരു ഇടിമുഴക്കം ഉണ്ടാകുന്നത് ഞാൻ കേട്ടു. ഇറ്റ് വാസ് ഹിറ്റ്ലർ ഓവർ യൂറോപ്പ് സെയിങ്. യൂറോപ്പിൽ മുഴുവൻ പടർന്ന ഹിറ്റ്ലറിൻ്റെ ശബ്ദമായിരുന്നു അത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ദേ മസ്റ്റ് ഡൈ. അവർ മരിക്കണം എന്നാ പറഞ്ഞത്. യുനോ, വി വേർ ഇൻ ഹിസ് മൈൻഡ്, മൈ ഡിയർ. ദേ എന്ന് പറഞ്ഞത് നമ്മളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മളായിരുന്നു ഉണ്ടായിരുന്നത് പ്രിയതമേ എന്ന അദ്ദേഹം ഈ ഒരു റെഫ്യൂജി അദ്ദേഹത്തിൻ്റെ ലവറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വല്ലാതെ ലാമൻ്റ് ചെയ്തുകൊണ്ട് പറയുവാണ്. ഓക്കെ, I thought I heard a thunder rumbling in the sky. It was Hitler over Europe saying, they must die. We were in his mind, my dear. ഇവിടെ സ്കൈ, റംബ്ലിംഗ് സ്കൈ, ആകാശത്തിലൊരു തണ്ടർ ശബ്ദം കേട്ടു എന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെ ശബ്ദമാണ്. ഹിറ്റ്ലർ പറയുന്ന ദേ മസ്റ്റ് ഡൈ എന്ന സെൻറ്റൻസിൽ ദേ എന്ന് മീൻ ചെയ്യുന്നത് റെഫ്യൂജീസിനെയാണ്, ജൂവിഷ് റെഫ്യൂജീസിനെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ. So a poodle in jacket fastened with a pin. So a door opened and a cat let in. But they were not German Jews, my dear. But they weren't German Jews. ഇവിടെ എന്താ പറയുന്നത്? I saw poodle in a jacket secured with a pin. ഞാനൊരു ചെറിയ പട്ടിയെ കണ്ടു, ചെറിയ പട്ടിക്കുട്ടിയെ കണ്ടു. I saw
അതിന് ജാക്കറ്റ് ധരിപ്പിച്ച് പിൻ ചെയ്ത് നല്ല പിന്നൊക്കെ കുത്തി വെച്ച് ഭദ്രമാക്കി സെക്യൂറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഐ സോ ദ ഡോർ ഓപ്പൺഡ് ടു ലെറ്റ് എ ക്യാറ്റ് ഇൻ. ഒരു ഡോറ് തുറന്നപ്പോൾ ഒരു പൂച്ചയെ അകത്ത് കയറ്റുന്നതും ഞാൻ കണ്ടു. ബട്ട് ദേ വർ നോട്ട് ജർമ്മൻ ജ്യൂസ്. അവരാരും ജർമ്മൻ ജ്യൂസ് അല്ലല്ലോ, ജർമ്മൻ ജൂതന്മാരല്ലല്ലോ അവരൊന്നും. അതുകൊണ്ട് അവരെയൊക്കെ കയറ്റാം. വി ആർ ജർമ്മൻ ജ്യൂസ്. ദാറ്റ്സ് വൈ വി ഹാവ് നോ secured place to live. We have no country. We have no our own place to live. നമ്മൾ ജർമ്മൻ ജൂതന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാനൊരു സ്പേസ് ഇല്ല. അവരാരും ജർമ്മൻ ജ്യൂസ് അല്ലല്ലോ, പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടിയും ഒന്നും ജർമ്മൻ ജൂതന്മാരല്ലല്ലോ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന് അതൊന്നും ബാധിക്കുന്നില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവളെ എന്ന് അദ്ദേഹം വല്ലാതെ വിഷമിച്ചുകൊണ്ട് പറയുവാണ്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ വീണ്ടും അദ്ദേഹം പറയുന്നു, വെൻ ഡൗൺ ദ ഹാർബർ ആൻഡ് സ്റ്റുഡ് അപ്പോൺ ദ ക്വേ, സോ ദ ഫിഷ് സ്വിമ്മിങ് ആസ് ഇഫ് ദേ വർ ഫ്രീ, ഓൺലി 10 feet away മൈ ഡിയർ, ഓൺലി 10 feet away. അദ്ദേഹം വല്ലാത്ത വിഷമത്തോടുകൂടി പറയുന്നു, ഐ വെൻ ഡൗൺ ടു ദ ഹാർബർ ആൻഡ് സ്റ്റുഡ് അപ്പോൺ ദ ക്വേ. ഞാനൊരു ഹാർബറിൽ, ഒരു തുറമുഖത്ത് പോയി അവിടുത്തെ ക്വേയിൽ, അവിടുത്തെ മേടയിൽ കയറി നിന്നു. അവിടെ ഞാൻ എന്ത് കണ്ടു? ഐ സോ ദ ഫിഷ് സ്വിമ്മിങ് ആസ് ഇഫ് ദേ വർ ഫ്രീ. ഞാൻ കുറേ മീനുകൾ അവിടെ നീന്തി നടക്കുന്നത് കണ്ടു. അവർ വളരെ ഫ്രീ ആയിരുന്നു, അവർ വളരെ സ്വതന്ത്രരായിരുന്നു. ആൻഡ് ദേ വർ ഓൺലി 10 feet away. എന്നിൽ നിന്നും വെറും 10 അടി മാത്രം, 10 feet മാത്രമാണ് അവർ ദൂരെയായിരുന്നത്. എന്നിട്ടും എനിക്ക് സ്വാതന്ത്ര്യമില്ല, നമുക്ക് സ്വാതന്ത്ര്യമില്ല. മീനുകൾക്ക് എന്നിൽ നിന്നും വെറും 10 അടി മാത്രം ദൂരത്തിൽ ഫ്രീ ആയിട്ട് വളരെ സ്വതന്ത്രമായിട്ട് നീന്തി തുടിച്ച് നടക്കുന്ന ആ മീനുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾക്കിവിടെ സ്വാതന്ത്ര്യമില്ല. ബിക്കോസ് വി ആർ ജർമ്മൻ ജ്യൂസ്. ആൻഡ് walked through a wood, saw the birds in the trees. They had no politicians and sang at their ease. They were not at human race, my dear, they were in the human race. ഞാൻ വീണ്ടും കണ്ടു സ്വതന്ത്രരായ മറ്റു കുറേ ആളുകളെ. ഐ walked through a forest and saw the birds in the trees. ഞാനൊരു ഫോറസ്റ്റിലൂടെ നടന്നപ്പോൾ അവിടെ മരത്തിൽ കുറേ ബേർഡ്സിനെ കണ്ടു. They had no politicians and they sang as they liked. ആ മരത്തിൽ ഒരുപാട് പക്ഷികൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവർക്കൊന്നും ഒരു പൊളിറ്റീഷ്യൻസും ഉണ്ടായിരുന്നില്ല, ഒരു രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേ സാങ് ആസ് ദേ ലൈക്ഡ്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ദേ വർ നോട്ട് ദ ഹ്യൂമൻ റേസ് മൈ ഡിയർ. അവർ മനുഷ്യജാതിയിൽപ്പെട്ടവരല്ലല്ലോ പ്രിയപ്പെട്ടവളെ. നമ്മൾ മനുഷ്യരായിപ്പോയില്ലേ, നമ്മൾ ജർമ്മൻ ജ്യൂസ് ആയിപ്പോയില്ലേ. ദാറ്റ്സ് വൈ വി ഹാവ് നോ ഫ്രീഡം, വി ഹാവ് നോ സ്പേസ് ടു ലിവ്, വി ഹാവ് നോ ഫ്രീഡം. അങ്ങനെ അദ്ദേഹം വല്ലാതെ വിഷമത്തോടു കൂടി പ്രിയതമയെ വിളിച്ചിട്ട് ജർമ്മൻ ജൂതന്മാരുടെ ആ കാലഘട്ടത്തിൽ അവരനുഭവിച്ചിരുന്ന സാഡ് പ്ലൈറ്റ് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പറയുവാണ്. Then I dreamed I saw a building with 1,000 floors, 1,000 windows and 1,000 doors. Not one of them was ours, my dear, not one of them was ours. 1,000 ഡോർസ്, 1000 വാതിലുകളും 1000 ജനലുകളും 1000 തറകളുമുള്ള ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിടം ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ പ്രിയപ്പെട്ടവളെ. പക്ഷെ അതിലൊന്നുപോലും നമ്മുടേതായിരുന്നില്ല. ഐ ഡ്രീംഡ് ഓഫ് എ ബിൽഡിംഗ് വിത്ത് 1,000 ഫ്ലോർസ്, of a building with 1,000 floors, 1,000 windows and 1,000 doors, but not even one of them was ours, my dear girl. അതിലൊന്നുപോലും നമ്മുടേതായിരുന്നില്ല. ആൻഡ് ലാസ്റ്റ് അദ്ദേഹം പറയുന്നു, സ്റ്റൂഡ് ഓൺ എ ഗ്രേറ്റ് പ്ലെയിൻ ഇൻ ദ ഫോളിംഗ് സ്നോ, ദെൻ 1,000 soldiers marched to and fro, looking for you and me, my dear, looking for you and me. അദ്ദേഹം എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? ഐ സ്റ്റുഡ് ഓൺ ദ ഗ്രേറ്റ് പ്ലെയിൻ ഇൻ ദ ഫോളിംഗ് സ്നോ. ഞാനൊരു ഫോളിംഗ് സ്നോ, മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്ലെയിൻ സ്പേസിൽ നിൽക്കുമായിരുന്നു. 10,000 soldiers marched to and fro. 10,000 പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്യുന്നുണ്ട്.
They were looking for you and me, my dear. എൻ്റെ പ്രിയപ്പെട്ടവളെ, അവരെന്നെയും നിന്നെയും അന്വേഷിക്കുകയാണ്. ആ പട്ടാളക്കാർ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ജീവൻ ഇല്ലാതെയാക്കാൻ, നമ്മളെ കണ്ടുകിട്ടിയാൽ ഇല്ലായ്മ ചെയ്യാൻ അവർ നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെയും നമുക്ക് സ്വാതന്ത്ര്യമില്ല, നമുക്ക് ജീവിക്കാൻ അവകാശമില്ല. നമ്മുടെ അവകാശത്തെ അവർ ഹനിച്ചിരിക്കുന്നു. ബിക്കോസ് വി ആർ ജർമ്മൻ ജ്യൂസ്, വി ആർ ജൂവിഷ് റെഫ്യൂജീസ്. അങ്ങനെ ജൂവിഷ് റെഫ്യൂജീസ് അന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന പ്ലൈറ്റിനെ, സാഡ് പ്ലൈറ്റിനെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ലവറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പോയം. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇസ് Refugee Blues, written by W H Auden. And actually this is a simple poem, but we can read or we can see so many inner meanings in this poem. And study well. We'll meet again with another topic on the next session. Till then, bye-bye.